ഇന്ത്യയുടെ ചരിത്രരേഖകളിൽ മായ്ക്കാൻ കഴിയാത്ത വിധം പതിഞ്ഞുപോയ ഒരു തീയതിയാണ് മാർച്ച് 24. കൃത്യം 6 വർഷങ്ങൾക്ക് മുൻപ് 2020 ഇതേ ദിവസം രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ വിഖ്യാതമായ പ്രഖ്യാപനം ഒരു ജനതയെ ആകെ സ്തംഭനാവസ്ഥയിലാക്കിയിരുന്നു. വെറും 4 മണിക്കൂർ മാത്രം മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ആ രാജ്യവ്യാപക ലോക്ക്ഡൌൺ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതക്രമത്തെ കീഴ്മേൽ മറിച്ചു. ഇന്ന് 2026 മാർച്ചിലെത്തുമ്പോൾ ഇന്ത്യക്കാരുടെ ഇന്റർനെറ്റ് തിരയലുകളിൽ ലോക്ക്ഡൌൺ ഇൻ ഇന്ത്യ എന്ന വാചകം വീണ്ടും ഒന്നാമതെത്തുകയാണ്. ഈ തിരച്ചിലിന് പിന്നിൽ വെറുമൊരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, മറിച്ച് പുതിയൊരു ആഗോള സംഘർഷം ഉയർത്തുന്ന ഭീതിയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് 2020 ആ ദിവസങ്ങൾ ഒരു പേടി സ്വപ്നം പോലെയാണ്. അതിവേഗം പടരുന്ന, ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായ ധാരണയില്ലാതിരുന്ന നോവൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ രാജ്യം മുഴുവൻ അടച്ചിടുക എന്നതല്ലാതെ മറ്റൊരു പോംവഴി അന്ന് മുന്നിലുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞുകിടക്കുന്ന ദേശീയപാതകളും ഭാണ്ഡക്കെട്ടുകളുമായി കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച കുടിയേറ്റ തൊഴിലാളികളും വീടിനുള്ളിലെ അടച്ചുപൂട്ടലുകളും ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. നിലവിൽ ഇന്ത്യയിൽ കോവിഡ് ഭീഷണി ഏതാണ്ട് പൂർണ്ണമായും ഒഴിയുകയും സജീവമായ കേസുകൾ വിരലിലെണ്ണാവുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ 2026 വീണ്ടും ഒരു ലോക്ക്ഡൌണിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ആശങ്കയുടെ പ്രധാന കാരണം സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധ സാഹചര്യങ്ങളാണ്. 2026 ഫെബ്രുവരി 28 ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾ ലോകക്രമത്തെ വീണ്ടും അസ്ഥിരപ്പെടുത്തിയിരുന്നു. ഇതോടെയുണ്ടായ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഇന്ധനവില വർധനവുമാണ് പഴയ ലോക്ക്ഡൌൺ സ്മരണകളെ ആളുകൾ ഉണർത്തുന്നത്. ഒരു പകർച്ചവ്യാധി കാരണം രാജ്യം നിശ്ചലമായതുപോലെ ഒരു യുദ്ധം കാരണം രാജ്യം വീണ്ടും സാമ്പത്തികമായും ഭൗതികമായും സ്തംഭിക്കുമോ എന്ന പേടിയാണ് ഇന്റർനെറ്റിലെ ഈ തിരയലുകൾക്ക് പിന്നിലെ ചാലകശക്തി. നിലവിലെ ബജറ്റ് സമ്മേളനത്തിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗവും ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. കോവിഡ് കാലത്ത് ആഗോള വിതരണ ശൃംഖല തകർന്നതും ഇന്ത്യ അതെങ്ങനെ അതിജീവിച്ചു എന്നതും അദ്ദേഹം അനുസ്മരിച്ചു. ആ അനുഭവത്തെ നിലവിലെ US ഇറാൻ സംഘർഷങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തത് ശ്രദ്ധേയമാണ്. യുദ്ധം കാരണം അന്താരാഷ്ട്ര തലത്തിൽ ചരക്ക് നീക്കം തടസ്സപ്പെടുമ്പോൾ അത് രാജ്യത്തെ കർഷകരെയും സാധാരണക്കാരെയും ബാധിക്കാതിരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. എങ്കിലും ലോക്ക്ഡൌൺ എന്ന പദം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോടൊപ്പം വാർത്തകളിൽ വന്നതോടെ ആളുകൾ അതിനെ വരാനിരിക്കുന്ന ഒരു നിയന്ത്രണമായി തെറ്റായി വ്യാഖ്യാനിച്ചതാകാം ഈ തിരയലുകൾ വർദ്ധിക്കാൻ കാരണമായത്. യുദ്ധം മൂലം ലോക്ക്ഡൌൺ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രായോഗികമായ ഉത്തരങ്ങൾ സർക്കാർ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകൾ യുദ്ധം മൂലം തടസ്സപ്പെടുന്നത് ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 20% ബാധിക്കും എന്നത് വസ്തുതയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ധന സുരക്ഷ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഒരു രോഗവ്യാപനത്തെ തടയാൻ പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു ജനതയെ വീട്ടിനുള്ളിൽ തടച്ചിടുന്ന ലോക്ക്ഡൌൺ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആവശ്യമില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഊർജ്ജ സ്രോതസ്സുകൾ മിതമായി ഉപയോഗിക്കാൻ സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അത് ഭീതിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കരുതലിന്റെ ഭാഗമായാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഇന്ത്യ കൈവരിച്ച തന്ത്രപ്രധാനമായ തയ്യാറെടുപ്പുകളെക്കുറിച്ചും പ്രധാനമന്ത്രി സഭയിൽ വിശദീകരിച്ചു. പണ്ട് 27 രാജ്യങ്ങളിൽ നിന്ന് മാത്രം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് 41 രാജ്യങ്ങളിലേക്ക് ആ ശൃംഖല വിപുലീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വൈവിധ്യവൽക്കരണം ആഗോള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക മേഖലയെ മാത്രം ആശ്രയിക്കാതിരിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ ക്രൂഡ് ഓയിൽ സംഭരണശാലകൾ നിർമ്മിച്ചതും പെട്രോൾ, ഡീസൽ എന്നിവയുടെ സ്റ്റോക്ക് ഉറപ്പുവരുത്തിയതും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ്. ഇത്തരം മുന്നൊരുക്കങ്ങൾ ഉള്ളതിനാൽ തന്നെ ഒരു ലോക്ക്ഡൌണിലേക്ക് രാജ്യം പോകേണ്ടി വരില്ലെന്ന ശക്തമായ സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. ജനങ്ങളുടെ ആശങ്കകൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. 2020 പ്രധാനമന്ത്രി പറഞ്ഞത് ലോക്ക്ഡൌൺ പാലിച്ചില്ലെങ്കിൽ രാജ്യം ദശകങ്ങൾ പിന്നോട്ട് പോകുമെന്നാണ്. ആ മുന്നറിയിപ്പ് ഒരു സമൂഹം എന്ന നിലയിൽ ഇന്ത്യക്കാരുടെ ഉപബോധ മനസ്സിൽ ഇന്നും ആഴ്ന്നു കിടക്കുന്നു. അതിനാൽ പ്രത്യാഘാതങ്ങൾ ഗുരുതരമാകും എന്ന തരത്തിലുള്ള ഏത് ഔദ്യോഗിക പ്രസ്താവനയും ജനങ്ങൾ പഴയ ലോക്ക്ഡൌണുമായി ബന്ധിപ്പിക്കുന്നു. ഇറാൻ യുദ്ധം ദീർഘകാലം നീണ്ടുനിന്നാൽ ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് പ്രധാനമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ചരക്ക് നീക്കത്തെയും വിലക്കയറ്റത്തെയും കുറിച്ചുള്ള ആശങ്കയാണ്, അല്ലാതെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന വ്യാജ വാർത്തകളും ഇത്തരം തിരച്ചിലുകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും നിയന്ത്രണങ്ങൾ വരുന്നു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പലപ്പോഴും ആളുകളെ പരിഭ്രാന്തരാക്കുന്നു. എന്നാൽ വസ്തുത പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത് കോവിഡ് കാലത്തേതുപോലെയുള്ള ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയല്ല, മറിച്ച് സാമ്പത്തികമായ ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ കരുത്തുറ്റ വിദേശ നയവും ആഭ്യന്തര ഉൽപ്പാദന വർധനവും ഈ സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചാലും രാജ്യത്തിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ 2026 മാർച്ചിൽ ലോക്ക്ഡൌൺ ഇൻ ഇന്ത്യ എന്ന സെർച്ച് ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ജാഗ്രതയെയും ഭൂതകാലത്തിലുള്ള അനുഭവത്തിൽ നിന്നുമുള്ള ഭയത്തെയുമാണ്. ലോകം ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ആശങ്കകൾ സ്വാഭാവികമാണ്. എന്നാൽ 6 വർഷം മുൻപത്തെ ഇന്ത്യയല്ല ഇന്നത്തെ
ഇന്നത്തെ ഇന്ത്യ. ആരോഗ്യ മേഖലയിലും ഊർജ്ജ മേഖലയിലും രാജ്യം കൈവരിച്ച സ്വയം പര്യാപ്തത ഇത്തരം വെല്ലുവിളികളെ ശാസ്ത്രീയമായും തന്ത്രപരമായും നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ എന്ന ഭീതി ഉപേക്ഷിച്ച് കൂടുതൽ കരുതലോടെയും എന്നാൽ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ട സമയമാണിത്. അനാവശ്യമായ പരിഭ്രാന്തി ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക എന്നതാണ് പൗരന്മാർക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.